ഹലോ ഗൈസ്, വളരെ ഹെൽത്തി ആയിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടുമുള്ള ഒരു ഓട്സ് ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിനായി ഞാനിവിടെ ഒരു കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുക്കുന്നത്. ആദ്യം ഓട്സിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക, ലോ ഫ്ലെയിമിലിട്ട് ഓട്സോട് ആഡ് ചെയ്ത ശേഷം ഒരു 3 to 4 മിനിറ്റ്സ് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് റോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 4 മിനിറ്റ്സ് ആകുമ്പോഴത്തേനെ ഗ്യാസ് ഓഫ് ചെയ്ത് ഓട്സിനെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്യുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ ഇഞ്ചി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്മാവിന് കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ ഞാൻ കുറച്ച് കാഷ്നട്ട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. കാഷ്നട്ട് ഒന്ന് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ സവോളയും കൂടെ ആഡ് ചെയ്യുക. സവോള ഒരുപാട് നേരം വഴറ്റേണ്ട കാര്യമില്ല, ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതി. സവോള ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് ബീൻസ് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഉപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചേർത്ത പച്ചക്കറി നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുക. 1 കപ്പ് റോൾഡ് ഓട്സിന് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ആഡ് ചെയ്യുന്നത്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ 1 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഉപ്പുമാവിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച ശേഷം ഒരു ലിഡ് വെച്ച് അടച്ച് ഒരു 4 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. 4 മിനിറ്റ് കഴിയുമ്പോൾ ലിഡ് ഓപ്പൺ ചെയ്ത ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് ആക്കുക. 1 മിനിറ്റ് ലിഡ് ഇല്ലാതെ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. വളരെ ചുരുങ്ങിയ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.